ഹലോ എവറി വൺ, വെൽക്കം ടു റിറ്റ്സ്. നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 കുറിച്ചിട്ടാണ്. ഈ പറയുന്ന പുതിയ ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ ഡെഫിനറ്റ്ലി അത് കാണണം ആൻഡ് അഭിപ്രായങ്ങൾ അറിയിക്കണം. സോ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു മുന്നേ നമുക്ക് ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. എവിഡൻസ് എന്നുള്ള ടേം ആക്ച്വലി ലാറ്റിൻ ടേം ആണ് ആൻഡ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ടു ഷോ ക്ലിയർലി അല്ലെങ്കിൽ അസേർട്ടൻ എന്നുള്ളതാണ്. ആൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വരുന്നതിന് മുന്നേ നമ്മുടെ പ്രസിഡൻസി ടൗൺസിൽ, അതായത് മദ്രാസ്, കൽക്കട്ട, ബോംബെ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ലോസ് ആയിരുന്നു ആപ്ലിക്കബിൾ ആയിരുന്നത്. ആൻഡ് മൊഫ്യൂസിൽസ്, അതായത് ഈ പറയുന്ന പ്രസിഡൻസി ടൗൺസിൻ്റെ പുറത്തുള്ള അഡ്ജോയിനിങ് ഏരിയാസിൽ ഉള്ള മൊഫ്യൂസിൽ കോഡ്സ് യൂസ് ചെയ്തിരുന്നത് ഇസ്ലാമിക് ലോസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു 1855. പക്ഷെ അത് പരാജയപ്പെടുകയുണ്ടായി. ഹെൻറി സംനർ എന്ന് പറയുന്ന വ്യക്തിനെ ഈ പറയുന്ന ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. പക്ഷെ അതും ആ ഒരു ടൈമിൽ നമ്മളുടെ നിയമം, ആ ഒരു രാജ്യം ആ ഒരു പെർട്ടിക്കുലർ നിയമത്തിന് റെഡി അല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ അത് അൺസക്സസ്ഫുൾ ആയിരുന്നു. ദെൻ പിന്നീടാണ് നമ്മളുടെ സർ ജെയിംസ് ഫിറ്റ്സ് സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും ആൻഡ് അത് 15 മാർച്ച് 1872 എനാക്ട് ചെയ്യുകയും ആൻഡ് 1 സെപ്റ്റംബർ 1872 അത് കമ്മൻസ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഈ പറയുന്ന ആക്ടിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണമായിരുന്നു. എവിഡൻസ് റൂൾസ്, നമ്മളുടെ ഇന്ത്യയിലുള്ള കോടതികളിലെ എവിഡൻസ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള റൂൾസുകളെല്ലാം അതിനെല്ലാം ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണമായിരുന്നു. സോ ഒരു യൂണിഫോമിറ്റി ഡെഫിനറ്റ്ലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൾസോ ടു പ്രിവെൻറ്റ് അൺറിലയബിൾ എവിഡൻസസ്, ക്ലിയർ കട്ട് ആയിട്ടുള്ള കൃത്യമായിട്ട് എക്സ്പ്രസ്ലി പറഞ്ഞിരിക്കുന്ന കൈൻഡ് ഓഫ് എവിഡൻസുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അഡ്മിസിബിലിറ്റിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓൾസോ ടു എൻഷ്യൂർ ഫെയർനെസ്, ഓൾസോ ടു പ്രൊമോട്ട് കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് കോടതികളിൽ എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ പ്രാക്ടീസുകൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾസോ ഈ പറയുന്ന 3 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് നമ്മളുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് മൊത്തത്തിൽ കിടക്കുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, എവിഡൻസ് മസ്റ്റ് ബി കൺഫൈൻഡ് ടു മാറ്റേഴ്സ് ഇൻ ഇഷ്യൂ. അതായത് എല്ലാ കാര്യങ്ങളിലും എവിഡൻസ് കൊടുക്കാൻ വേണ്ടി കഴിയില്ല, ചില കാര്യങ്ങളിൽ മാത്രം. അപ്പോൾ ബേസിക്കലി ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫാക്ട്സ് ആൻഡ് ഇഷ്യൂസിന് മുകളിൽ മാത്രമേ എവിഡൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ, ഓർ റെലവൻറ്റ് ഫാക്ട്സിന് മുകളിൽ. ആൻഡ് ഓൾസോ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഹിയർസേ എവിഡൻസ് എന്ന് പറയുന്നത് അഡ്മിസിബിൾ അല്ല. ഓൾസോ ദർ ആർ എക്സെപ്ഷണൽ കേസസ് ലൈക്ക് ഡൈയിങ് ഡിക്ലറേഷൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു 3 പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ബെഡ് റോക്ക് എന്ന് പറയുന്നത്. ഇനി ഫാസ്റ്റ് ഫോർവേഡ് നമ്മളുടെ 2023 വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന ആക്ട് വന്നിട്ടുണ്ട്. 25 ഡിസംബറിനാണ് ഇത് എനാക്ട് ചെയ്തത്. ഇതുവരെ ഇത് കമ്മൻസ് ആയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ആക്ട് അല്ല. ഇത് വലിയൊരു ആക്ട് ഇൻ ദ സെൻസ് വലിയൊരു മേജർ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് ചേഞ്ചസ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ന്യായ സംഹിതയെയും നാഗരിക സുരക്ഷയെയും നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ചേഞ്ചസേ വന്നിട്ടുള്ളൂ. എസ്പെഷ്യലി ഈ പറയുന്ന ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ, അതായത് അതിനെ പ്രൈമറി എവിഡൻസ് ആയിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി എവിഡൻസിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഈ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റവും വന്നിട്ടുണ്ട്. റൈറ്റ്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ബേർഡ്സ് ഐ വ്യൂ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് പ്രൈമറി എവിഡൻസ് ആയിട്ടുണ്ട്. സെക്കൻഡറി എവിഡൻസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഓറൽ എവിഡൻസ് ക്യാൻ ഓൾസോ ബി ഗിവൺ ത്രൂ ഇലക്ട്രോണിക് മീൻസ്. നമുക്ക് ഓൾറെഡി അറിയാം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നമ്മൾ കണ്ടതാണ്, ഒരുപാട് പ്രൊവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എനേബിൾ ചെയ്യുന്നുണ്ട് അല്ലേ. വിറ്റ്നസ്സുകൾക്കും പലർക്കും എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ആയിട്ടുള്ള മീൻസിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യാം, എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യാം. ദെൻ ഓൾസോ എൻഹാൻസ് ലീഗൽ സ്റ്റാൻഡിങ് ഫോർ ഡിജിറ്റൽ റെക്കോർഡ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇക്വലൻസി കിട്ടുന്നുണ്ട്. ഓൾസോ ജോയിൻറ്റ് ട്രയൽസിൻ്റെ കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. റൈറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് റിമൂവ് ചെയ്തത് എന്ന് നോക്കാം. ഇന്ത്യ എന്നുള്ള ടേം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആൻഡ് ഓൾസോ ഈ പറയുന്ന ആക്ട് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലും നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ടേമിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇംഗ്ലണ്ട് ആയിട്ട് വരുന്ന റെഫറൻസുകൾ കാരണം ഇത് 1872 ഉണ്ടാക്കിയ ഒരു ബ്രിട്ടീഷ്
ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു നിയമമാണിത്. സോ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇംഗ്ലണ്ട് ആയിട്ടുള്ള റെഫറൻസുകൾ കാണാം, അല്ലെങ്കിൽ ഒരു കൊളോണിയൽ റെഫറൻസുകൾ കാണാം. അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാഫിക് മെസ്സേജിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. സെസേഷൻ ഓഫ് ടെറിട്ടറി, അതും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആവശ്യമുണ്ടായിരുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു, അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഈ പറയുന്ന ജൂറി, പവർ ഓഫ് ജൂറി ടു പുട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ജൂറി എസ്എസ്എസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ നാനാവധിയോട് കൂടി ജൂറി ട്രയൽ അവസാനിച്ചതാണ്. സോ ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു റിഡൻഡൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ആയിരുന്നു. സോ അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ ഇനി നമുക്ക് ഡയറക്ട്ലി നമ്മളുടെ പ്രൊവിഷൻസിലോട്ട് വരാം. എന്തൊക്കെയാണ് മേജർ ചേഞ്ചസ്? ഓഫ് കോഴ്സ് നെയിം ചേഞ്ച് വന്നിട്ടുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആയിരുന്നു. ഇതിപ്പം എന്താണ്, പുതിയ ഒരു ആക്ടാണ്, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, BSA എന്ന് നമ്മൾ ഷോർട്ടായിട്ട് നമുക്കതിനെ വിളിക്കാം. റൈറ്റ്. സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 3 പാർട്സ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 പാർട്സ് എന്ന് പറഞ്ഞെങ്കിൽ പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടായിരുന്നു, ദെൻ ഓൺ പ്രൂഫുകളെ കുറിച്ചിട്ടുള്ളത്, ആൻഡ് പ്രിസംഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ദെൻ പ്രൊഡക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് എവിഡൻസ് എന്ന് പറയുന്ന 3ാമത്തെ പാർട്ട്. റൈറ്റ്. ഈ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ 4 പാർട്സ് ആയിട്ടുണ്ട്. അതിനകത്ത് 2ാമത്തെ പാർട്ടായിട്ട് റെലവൻസി ഓഫ് ഫാക്ട്സ് വരുന്നുണ്ട്. ആക്ച്വലി ഇത് പ്രിലിമിനറിൻ്റെ അടിയിൽ വന്നിരുന്ന ഒരു കാര്യമായിരുന്നു, അതിനെന്ത് ചെയ്തു, എടുത്ത് ഒരു ഡിഫറെൻറ്റ് പാർട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 4 പാർട്സ് ഉണ്ട്, റെലവൻസി ഓഫ് ഫാക്ട്സ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റേഴ്സാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലുള്ളത്. നമ്മളെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അകത്ത് 12 ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത് റിപ്പീൽസ് ആൻഡ് സേവിങ്സ് ആണ്, ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്ന സെക്ഷൻ. റൈറ്റ്. ദെൻ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് 167 ആണെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ വരുന്നത് സെക്ഷൻ 170 ആണ്. റൈറ്റ്. യെസ്. ഇനി അടുത്തത് ഡെഫിനിഷൻസിൻ്റെ അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഡോക്യുമെന്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ സാധാരണ രീതിയിൽ അതിനൊരു ട്രഡീഷണൽ ഫോമാറ്റ് ആയിരുന്നു ആ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് മനസ്സിലാവും, മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് ആൻഡ് ലൈക്ക് മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ് ഓർ മാർക്സ് ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദോസ് മീൻസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഓർ വിച്ച് മേ ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ദാറ്റ് മാറ്റർ. അപ്പോൾ ഒരു ട്രഡീഷണൽ സെൻസിലാണ് അത് 1872 ഉണ്ടായിരുന്ന ഒരു ഡെഫിനിഷനാണത്. അപ്പം ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ള ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നത് BSAയിലോട്ട് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BSA ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ഓർ അതർവൈസ് റെക്കോർഡഡ് എന്ന് പറയുമ്പോൾ തന്നെ സ്കോപ്പ് കൂടിയിട്ടുണ്ട്. ആൻഡ് അവിടെ പറയുന്നുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് മാറ്റർ ആൻഡ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് എന്നുള്ള കാര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ആയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള റെക്കോർഡ്സും ഇനി എന്തുണ്ട്, ഡോക്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് സെക്ഷൻ 2 ക്ലോസ് സിൻ്റെ അകത്ത് ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അകത്ത് സെക്ഷൻ 2 ക്ലോസ് ഡിയിലാണ് ഡോക്യുമെൻ്റ് ഡെഫിനിഷൻ വരുന്നത്. ഇലസ്ട്രേഷനും വേണ്ട രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇനി എവിഡൻസ് എന്നുള്ളതിൻ്റെ മീനിങ്ങിലും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് 2 രീതിയിലാണ് എവിഡൻസ് പറയുന്നത്, ഓറൽ എവിഡൻസും ഡോക്യുമെൻ്ററി എവിഡൻസും. ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓറലി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ആവശ്യകത അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അതോട് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ഇലക്ട്രോണിക്കലിയും. അപ്പോൾ റിമോട്ട്ലി ഇലക്ട്രോണിക്കലി കൊടുക്കുന്നതും എന്താണ്, എവിഡൻസ് ആയിട്ട്, ഓറൽ എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക്കിന് ശേഷം അവിടെ പറയുന്നുണ്ട് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ കാറ്റഗറിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ അവിടെ ഒരു എക്സ്പാൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതോടുകൂടി ആ ഒരു മോഡേണൈസേഷൻ നമ്മളുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലോട്ടും കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തത്, ഈ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ കാറ്റഗറിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. റൈറ്റ്. നൗ റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിങ് സെയിം ട്രാൻസാക്ഷൻ. നമുക്ക് ഓൾറെഡി നമ്മൾ സെക്ഷൻ 5 നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 5 നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട് എവിഡൻസ് മസ്റ്റ് ബി ഗിവൺ ഓൺലി ഓൺ ഫാക്ട്സ് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ റെലവൻറ്റ് ഫാക്ട്സ്. അപ്പോൾ റെലവൻറ്റ് ഫാക്ട്സ് അല്ലെങ്കിൽ ഫാക്ട്സ് ഇൻ ഇഷ്യൂ ബേസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എവിഡൻസ് കൊടുക്കാൻ വേണ്ടി പാടുകയുള്ളൂ. അപ്പം എന്താണ് ഈ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്താണോ ഡിസ്പ്യൂട്ട്, വാട്ട് ഇസ് ദി കോർട്ട് ട്രൈങ് ടു ഡിറ്റർമൈൻ, എന്താണ് കോടതി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. നൗ റെലവൻറ്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞെങ്കിൽ എനി ഫാക്ട് വിച്ച് ഇസ് ക്ലോസ്ലി കണക്റ്റഡ് ടു ദ ഫാക്ട് ഇൻ ഇഷ്യൂ, അതിനെയാണ് നമ്മൾ റെലവൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത്. ആൻഡ് അത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു ഈ ഫാക്ട് ഇൻ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്.
അതിനാണ് റെലവൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സെക്ഷൻ 6 മുതൽ നമ്മൾ 6 മുതൽ 16 വരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ റെലവൻറ്റ് ഫാക്ട്സ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്തുള്ള സെക്ഷൻ 6 അവിടെ പറയുന്നുണ്ട്, അത് ആക്ച്വലി ഉണ്ടായിരുന്നത് ഈ ഒരു ഫോമാറ്റിലായിരുന്നു. അതായത് ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് മാത്രമല്ല, എനി ഫാക്ട് വിച്ച് ഇസ് സോ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി ഫാക്ട് ഇൻ ഇഷ്യൂ ഇസ് ഓൾസോ റെലവൻറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ സാക്ഷി അധിനിയത്തിലോട്ട് വരികയാണെങ്കിൽ സെക്ഷൻ 4 ഈ ഫാക്ട് ഇൻ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടുകൾ മാത്രമല്ല, പക്ഷെ റെലവൻറ്റ് ഫാക്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടുകളും റെലവൻ്റ് ആണ് എന്നാണ് സെക്ഷൻ 4 അകത്ത് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ബ്രോഡർ ആക്കിയിട്ടുണ്ട്. നേരത്തെ സെക്ഷൻ 6 അകത്ത് വെറും ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടുകൾ റെലവൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ സെക്ഷൻ 4 നോക്കുമ്പോൾ ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടുകൾ മാത്രമല്ല, പക്ഷേ റെലവൻറ്റ് ഫാക്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടുകളും റെലവൻ്റ് ആണ് എന്ന് ഈ പറയുന്ന സെക്ഷൻ 4 പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് സെയിം ട്രാൻസാക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സെയിം ട്രാൻസാക്ഷനിൽ വരുന്നത് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളതിലെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെലവൻറ്റ് ഫാക്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാക്ടുകളും റെലവൻ്റ് ആണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. ബാക്കിയുള്ള സെക്ഷൻ 7, 8, 9 ആ ഒരു രീതിയിലാണ് കാണാൻ കഴിയുക. സോ ഇവിടെ ഈ ഒരു സെക്ഷൻ 4 അല്ലെങ്കിൽ IAയിലുള്ള സെക്ഷൻ 6 ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ദെൻ അടുത്തത് ജോയിൻറ്റ് ട്രയൽസിലുള്ള അഡ്മിസിബിലിറ്റി, കോ അക്യൂസിൻ്റെ കൺഫെഷൻ്റെ അഡ്മിസിബിലിറ്റിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്, നമ്മുടെ സെക്ഷൻ 13 പറയുന്നത്. സോ സെക്ഷൻ 30 കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി ഇപ്പോൾ 2-3 ആളുകളെ പിടിച്ചിട്ടുണ്ട്, 2-3 ആളുകൾ അക്യൂസ്ഡ് ആണ്. അപ്പം അതിനകത്തുള്ള ഒരു അക്യൂസ്ഡ്, ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, കൺഫസ് ചെയ്യുകയാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ, ബാക്കിയുള്ള എല്ലാവരെയും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺഫെഷൻ ആ ബാക്കിയുള്ള എല്ലാവർക്കും എഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു ജോയിൻറ്റ് ട്രയൽ ആയിരിക്കണം, സെയിം ആയിട്ടുള്ള ഒരു സിംഗിൾ ട്രയലിലായിരിക്കണം ഈ പറയുന്ന കാര്യം നടക്കേണ്ടത്. ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ട്രയൽ ഇൻ ആബ്സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ട്രയൽ ഇൻ ആബ്സെൻസ് ഓഫ് ദി പ്രൊക്ലെയിംഡ് ഒഫൻഡർ, അപ്പോൾ ഈ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിനെ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അയാളുടെ ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ഈ പറയുന്ന ഈ കൺഫെഷൻ ഓഫ് ദി കോ അക്യൂസ് എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ജോയിൻറ്റ് ട്രയൽ ദാറ്റ് ക്യാൻ ബി അഡ്മിറ്റഡ് എന്നാണ് ഭാരതീയ സാക്ഷി അധിനിയത്തിൽ പറയുന്നത്. ഇപ്പോൾ 2 പേര് റോബറി നടത്തി, ഒരാൾ എബ്സ്കൗണ്ട് ആയിട്ടുണ്ട്, അയാളെ കിട്ടിയില്ല, അയാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഓൾറെഡി അറസ്റ്റിലായ ഒരു വ്യക്തി ഇപ്പോൾ കൺഫസ് ചെയ്യാണ്, ഞാനും അയാളും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന പ്രവൃത്തി റോബറി ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, ഈ ആബ്സെൻസിലുള്ള അക്യൂസിന് എഗെയിൻസ്റ്റും എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺഫെഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എനേബിൾ ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 24. അതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിനകത്ത് സെക്ഷൻ 24 പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ട്രയൽ ഇസ് സ്റ്റിൽ കൺസിഡേർഡ് എ ജോയിൻറ്റ് ട്രയൽ, സോ എ കൺഫെഷൻ ബൈ വൺ ക്യാൻ സ്റ്റിൽ ബി യൂസ്ഡ് എഗെയിൻസ്റ്റ് ദി ആബ്സെൻറ്റ് കോ അക്യൂസ്ഡ്. സോ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ പ്രൊക്ലെയിംഡ് ഒഫൻഡറിൻ്റെ ആബ്സെൻസിൽ ട്രയൽ നടത്താം എന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പറയുന്ന ആ ഒരു കാര്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സെക്ഷനും കൂടിയാണ് സെക്ഷൻ 24. ദാറ്റ് വിൽ സ്റ്റിൽ ബി കൺസിഡേർഡ് ആസ് എ ജോയിൻറ്റ് ട്രയൽ. റൈറ്റ്. ദെൻ അടുത്തത് സിക്സ്ത് വൺ അത് നോക്കുകയാണെങ്കിൽ, ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന റെക്കോർഡ്സ്, മാപ്സ് ആവാം, പബ്ലിക്കേഷൻ ആവാം, ഇതെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണെന്നാണ് 35 മുതൽ 38 പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ. അതായത് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, ഇതെല്ലാം എന്താണ്, ഒരു റെലവൻ്റ് എവിഡൻസ് ആണ്. അതിന് മേലെ എന്ത് ചെയ്യാനുള്ള ഫെർദർ ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്ത് അതിൻ്റെ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ഫോമാറ്റ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റേതിൽ ട്രഡീഷണൽ ഫോംസ് മാത്രമേ ആയിരുന്നു IAയിൽ റെക്കഗ്നൈസ് ചെയ്തത്. ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ വേർഷൻസ് കൂടി എന്ത് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, ഡിസിഷൻസ് ബൈ കോർട്ട് റെലവൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 41 ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫൈനൽ ജഡ്ജ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ഡിക്രീ ബൈ കോർട്ട്സ് ഇൻ മാട്രിമോണിയൽ അല്ലെങ്കിൽ പ്രൊബേറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രാലിറ്റി അല്ലെങ്കിൽ റിഗാർഡിംഗ് ഇൻസോൾവൻസി ജൂറിസ്ഡിക്ഷൻ, ഇതെല്ലാം റെലവൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ ഇത് കോടതികൾ മാത്രമല്ല, അതിൻ്റെ അകത്ത് ട്രൈബ്യൂണൽസ് എന്നും കൂടി പറയാൻ തുടങ്ങി. ഓൾസോ ഡിസിഷൻസ് മെയ്ഡ് ബൈ ട്രൈബ്യൂണൽസും കൂടി എന്താണ്, റെലവൻ്റ് ആണ് എന്നുള്ളത്. സോ ആ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. സോ കോടതികൾ മാത്രമല്ല, ട്രൈബ്യൂണൽസിൻ്റെ ഡിസിഷൻസും കൂടി എന്ത് ചെയ്യാണ്, റെലവൻ്റ് ആണ് എന്നാണ് ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്ത് പറയുന്നത്. നൗ നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, എക്സ്പെർട്ട് ഒപ്പീനിയൻ
ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകളുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ്, ക്യാൻ ബി കൺസിഡേർഡ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഫോറിൻ ലോ, സയൻസ്, ആർട്ട്, ഹാൻഡ് റൈറ്റിംഗ് ഓർ ഫിംഗർ ഇംപ്രഷൻ ഐഡന്റിഫിക്കേഷൻ. അപ്പം അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു. ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് എനി അതർ ഫീൽഡ്. നേരത്തെ പറഞ്ഞ ആളുകളും ഉണ്ട്, അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് എനി അതർ ഫീൽഡ്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ആ എക്സ്പേർട്ടിൻ്റെ ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഏത് ഫീൽഡിലെ ആളുകളുടെയും ഒപ്പീനിയൻസ് എടുക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് എടുക്കാം എന്ന് ഭാരതീയ സാക്ഷി അധിനിയത്തിൽ പറയുന്നുണ്ട്. റൈറ്റ്. അടുത്തത് ജുഡീഷ്യൽ നോട്ടീസ് ഓഫ് ഇന്റർനാഷണൽ ട്രീറ്റീസ്. ഓൾറെഡി നേരത്തെ ജുഡീഷ്യൽ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി അത് ഇറ്റ് ഇസ് പ്രിസ്യൂംഡ് ദാറ്റ് ദ കോർട്ട് വിൽ ടേക്ക് ഇറ്റ്, ലൈക്ക് കോടതി എന്ത് ചെയ്യണം, കോടതി ഷുഡ് ടേക്ക് നോട്ടീസ് ഓഫ് ദോസ് തിങ്സ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോസ് ഇൻ ഇന്ത്യയിലുള്ള നിയമങ്ങൾ, അതേപോലെ തന്നെ പബ്ലിക് ആക്ടുകൾ, പബ്ലിക് ഹോളിഡേയ്സ്, ഓരോരോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഓഫീസ് ഹോൾഡേഴ്സ്, ഇവരെല്ലാം എന്താണ് ഓൾറെഡി ജുഡീഷ്യൽ നോട്ടീസ്, അതായത് കോടതി എന്ത് ചെയ്യണം, കോടതിക്ക് ഇത് അറിയാം എന്നുള്ള ഒരു പ്രിസംഷൻ നിയമം എടുക്കുന്നുണ്ട്. റൈറ്റ്. ഭാരതീയ സാക്ഷി അധിനിയത്തിനകത്ത് ആ ലിസ്റ്റിലോട്ട് എന്ത് ചെയ്ത് ഒരു കാറ്റഗറിയും കൂടി കൊണ്ടുവന്നു, ദാറ്റ് ഇസ് ഇന്റർനാഷണൽ ട്രീറ്റീസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ടേക്കൺ ബൈ ഇന്റർനാഷണൽ ബോഡീസ്. ഓൾസോ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ UK ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെഫറൻസുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. നെക്സ്റ്റ് വൺ, പ്രൈമറി എവിഡൻസ് എന്നുള്ള കാറ്റഗറീൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഡോക്യുമെന്റ് ഇറ്റ്സെൽഫ് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ഡോക്യുമെന്ററി എവിഡൻസ് നമുക്ക് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി എവിഡൻസ് ആൻഡ് സെക്കൻഡറി എവിഡൻസ്. അപ്പം ആ ഒരു ഡോക്യുമെന്റ് ഇറ്റ്സെൽഫ് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് പ്രൈമറി എവിഡൻസ് ആണ്. അപ്പം സെക്ഷൻ 57 എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്തുള്ള സെക്ഷൻ 57 പറയുന്നത് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സും പ്രൈമറി എവിഡൻസ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ സെവറൽ പാർട്സിൽ ആ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് പ്രൈമറി എവിഡൻസ് ഓഫ് ഈച്ച് അതർ ആയിട്ട് കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ കൗണ്ടർ പാർട്സിൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും പ്രൈമറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ഒരു യൂണിഫോം പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ, ഒരു കുറേ കോപ്പീസ് ഉണ്ടാക്കി, ഒരു ഒറിജിനൽ ഉണ്ട്, അതിനകത്ത് നിന്ന് കുറേ കോപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കോപ്പിയും ഇസ് എ പ്രൈമറി എവിഡൻസ് എഗെയിൻസ്റ്റ് അനദർ കോപ്പി, എഗെയിൻസ്റ്റ്, അതായത് content in one copy is a primary evidence against the content in another copy. പക്ഷെ ഒറിജിനൽ ആയിട്ട് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത് എന്ത് ചെയ്യാം, ആ കോപ്പീസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ഭാരതീയ സാക്ഷി അധിനിയത്തിനകത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്തു, അത് ഇൻക്ലൂഡ് ചെയ്തു, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് ഓൾസോ എക്സ്പ്ലനേഷൻ 4 to 7 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഈ പറയുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക് റെക്കോർഡ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ 4 നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത്, where an electronic or digital record is created or stored and such storage occurs simultaneously or sequentially in multiple files, then each file is a primary evidence. അപ്പോൾ ഓരോ ഫയലും, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫയൽ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്ത് സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ പല ഫോമാറ്റുകളിലായി സ്റ്റോർ ചെയ്തു. അപ്പോൾ ഓരോ ഫോമാറ്റും എന്താണ്, ഇറ്റ്സ് എ പ്രൈമറി എവിഡൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം. ഈ എക്സാമ്പിൾ ഒന്നും ഈ ആക്ടിനകത്ത് കൊടുത്തല്ല, ഞാൻ ഈ എക്സ്പ്ലനേഷൻ 4 ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു എക്സ്പ്ലനേഷൻ ആണ്. റൈറ്റ്. സോ ഇപ്പോൾ ഒരു കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന കാര്യം അത് പല രീതികളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതൊരു PDF ഫോർമാറ്റ് ആയിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സിൽ ഒരു പെർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കിടക്കുകയാണ്. റൈറ്റ്. അപ്പോൾ ഇത് ഓരോ ഫോർമാറ്റും എന്താണ്, ഇറ്റ് ഈസ് എ പ്രൈമറി എവിഡൻസ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ 4 പറയുന്നത്. ഇനി എക്സ്പ്ലനേഷൻ 5 വരികയാണെങ്കിൽ ഇവിടെ പറയുന്നത്, where an electronic or digital record is produced from proper custody, such electronic and digital record is primary evidence എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ കസ്റ്റഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം, അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ഡിസ്പ്യൂട്ടഡ് എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ 5 പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു മിസ്റ്റർ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് സാലറി സ്ലിപ്സ് ഡിജിറ്റൽ ആയിട്ടാണ് കിട്ടാറുള്ളത്, അയാളുടെ ഇമെയിൽ വഴിയാണ് അയാൾക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നത് അയാളുടെ ഇമെയിലോട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ കസ്റ്റഡി ഉണ്ട്, ബിക്കോസ് അതൊരു ഇമെയിൽ വഴി വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനി എന്ത് ചെയ്യാണ്, ഈ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യാണ്, ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ അതൊരു പ്രോപ്പർ ചാനലിലൂടെയാണ് അത് പാസ്സാവുന്നത് കൃത്യമായിട്ട്. ഫോർ എക്സാമ്പിൾ ജിമെയിൽ വഴി അയക്കുക ഇമെയിൽ വഴിയാണ്. സോ ഇറ്റ് ഈസ് ഇൻ പ്രോപ്പർ കസ്റ്റഡി.
സോ ഇനി കോടതിയിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട് ലൈക്ക് എന്തെങ്കിലും ഒരു ഹോം ലോൺ ആയിട്ട് അയാൾ വെദർ ഹീസ് എലിജിബിൾ ഓർ നോട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സാലറി സ്ലിപ്സ് ക്യാൻ ബി കൺസിഡർ. ഈ സാലറി സ്ലിപ്സ് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം ആസ് എൻ എവിഡൻസ്. ദിസ് വിൽ ബി കൺസിഡർ ആസ് എ പ്രൈമറി എവിഡൻസ്. അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ മേലെ കൂടുതലായിട്ടുള്ള പ്രൂഫ് ആവശ്യമില്ല. പക്ഷേ അൺലെസ് ആൻഡ് അൺടിൽ ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ഇറ്റ് ഇസ് ചാലഞ്ച് എന്ത് ചെയ്യണം, ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പ്രൈമറി എവിഡൻസ്. റൈറ്റ്. ദെൻ അടുത്തത് എക്സ്പ്ലനേഷൻ 6 നോക്കുകയാണെങ്കിൽ, വേർ എ വീഡിയോ റെക്കോർഡിംഗ് ഇസ് സൈമൾട്ടേനിയസ്ലി സ്റ്റോർഡ് ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് ട്രാൻസ്മിറ്റഡ് or broadcast or transferred to another, each of the stored recordings is a primary evidence. ഇതിൻ്റെ അകത്തും വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ സ്റ്റോറി ആണെങ്കിൽ ഈച്ച് സ്റ്റോർഡ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ക്യാമറ എന്ത് ചെയ്യാണ്, റെക്കോർഡിംഗ് ചെയ്യുകയാണ്. ആൻഡ് അത് ഓൾറെഡി അതിൻ്റെ അകത്തോട്ട് തന്നെ സേവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡിജിറ്റൽ ഇത് സേവ് ചെയ്യുന്നുണ്ട്, ഫയലായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഓൾസോ ക്ലൗഡിലോട്ടും അത് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ലൊക്കേഷനിലോട്ടും സേവ് ചെയ്യുന്ന ഈ ഫയലുകൾ എന്താണ്, പ്രൈമറി എവിഡൻസ് ആണ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ബോത്ത് ദി ഒറിജിനലും അതേപോലെ തന്നെ ക്ലൗഡ് ബാക്കപ്പും എന്താണ്, പ്രൈമറി എവിഡൻസ് ആണ് എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ 6 പറയുന്നത്. നൗ എക്സ്പ്ലനേഷൻ 7 അത് നോക്കുകയാണെങ്കിൽ എന്താണ്, വേർ ആൻ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ് ഇസ് സ്റ്റോർഡ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റോറേജ് സ്പേസസ് ഇൻ എ കമ്പ്യൂട്ടർ റിസോഴ്സ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലൊക്കേഷനിലോട്ട് ഇത് സ്റ്റോർ ആവുകയാണെങ്കിലും ആ ഓരോ സ്റ്റോറേജും ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് അതെന്താണ്, അത് ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫയല് നമ്മളൊരു MS വേർഡ് ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇടയ്ക്കിടയ്ക്ക് അത് കുറച്ച് ഒരു ഡ്യൂറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ആവുന്നുണ്ട്. ഓട്ടോ സേവ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക്. അങ്ങനത്തെ ഓട്ടോ സേവ് ആവുന്ന ഫയലും അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ സേവ് ചെയ്യുന്ന ഫയലുകളും എല്ലാം എന്താണ്, ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിസ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണ് കമ്പ്യൂട്ടറിൽ. ഈ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യും, ഓട്ടോ സേവ് ആവുന്നുണ്ട് ഓൺ ഹെർ ഹാർഡ് ഡ്രൈവ്. ഓൾസോ ക്ലൗഡ് സർവീസിലോട്ട് പോകുന്നുണ്ട്. ഓൾസോ അതൊരു ടെമ്പററി ഫയലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ആവുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് റിലേറ്റ്, അതായത് ആ പ്രസൻറ്റേഷൻ്റെ അകത്തുള്ള കണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ഓരോ സേവ്ഡ് വേർഷനും എന്താണ്, ഒരു വാലിഡ് എവിഡൻസ് ആണ്. അതൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം എന്നാണ് എക്സ്പ്ലനേഷൻ 7 അകത്ത് പറയുന്നത്. അപ്പോൾ 4 to 7 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആണ് 4 to 7 അകത്ത് വരുത്തിയിരിക്കുന്നത്. റൈറ്റ്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി എവിഡൻസിൻ്റെ സ്കോപ്പ് ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ട്രഡീഷണൽ ഫോമും ആണ് എവിഡൻസ് ആണ് നമ്മൾ ഈ സെക്കൻഡറി എവിഡൻസ് അത് കൊണ്ടുപോകുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, സർട്ടിഫൈഡ് കോപ്പീസ് സെക്കൻഡറി എവിഡൻസ് ആണ്. മെക്കാനിക്കലി മെയ്ഡ് കോപ്പീസ് അല്ലെങ്കിൽ കൗണ്ടർ പാർട്സ് അല്ലെങ്കിൽ ഓറൽ അക്കൗണ്ട്സ് ഇതെല്ലാം ഒരു സെക്കൻഡറി എവിഡൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതായത് പ്രൈമറി എവിഡൻസ് എന്ത് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. അത് ഓൾറെഡി ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രൈമറി എവിഡൻസിന് പകരം സെക്കൻഡറി എവിഡൻസ് ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളത്. റൈറ്റ്. ഭാരതീയ സാക്ഷ്യ സംഹിതയുടെ അകത്ത് എന്ത് ചെയ്ത് അത് സെക്കൻഡറി എവിഡൻസിനെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓറൽ ആൻഡ് റിട്ടൺ അഡ്മിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എവിഡൻസ് ഫ്രം എ പേഴ്സൺ ഹു ഇസ് സ്കിൽഡ് ഇൻ എക്സാമിനിങ് ഡോക്യുമെന്റ്സ്. ഇപ്പോൾ വോളമിനിയസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ചില എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളുടെ അടുത്തു നിന്നുള്ള എവിഡൻസും എന്ത് ചെയ്യാം, സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. റൈറ്റ്. സോ കോടതിക്ക് ഈസിലി എക്സാമിൻ ചെയ്യാൻ പറ്റാത്ത ന്യൂമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോളമിനിയസ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്ത ഒരു വ്യക്തിനെ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ സ്റ്റേറ്റ്മെന്റുകളും എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൻ്റെ അകത്ത് പറയുന്നത്. റൈറ്റ്. ദെൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ് എന്ത് ചെയ്യണം, അത് ഇലക്ട്രോണിക്കോ ഡിജിറ്റൽ റെക്കോർഡോ ആയതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ഡിനൈ ചെയ്യാൻ പാടില്ല, അതിൻ്റെ അഡ്മിസിബിലിറ്റിനെ ഡിനൈ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് ഈ സെക്ഷൻ 61. ഇതൊരു പുതിയ സെക്ഷനാണ്, ഇത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഭാരത സാക്ഷ്യ അധിനിയമത്തിൻ്റെ അകത്തോട്ട്. അപ്പം അത് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ഫോമാറ്റിൽ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ അഡ്മിസിബിലിറ്റി ഡിനൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സെക്ഷൻ എന്താണ്, എഫേം ചെയ്യാണ്. അതായത് നിങ്ങൾ ആ പറയുന്ന സർട്ടിഫിക്കറ്റ്, അതായത് 65B എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൻ്റെ അകത്ത് 63ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം കണ്ടീഷൻസ് ഫോർ അഡ്മിസിബിലിറ്റിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് സാധാരണ ഒരു നമ്മൾ ഡോക്യുമെൻ്ററി എവിഡൻസ്, സാധാരണ ഒരു ഡോക്യുമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന അതേ വാല്യൂവിന് എന്ത് ചെയ്യണം, ഈ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡിന് കൊടുക്കണം എന്ന്
സെക്ഷൻ 61 പറയുന്നുണ്ട്. റൈറ്റ്. ദെൻ അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്. അപ്പോൾ നമ്മൾ 65B എന്താണെന്ന് നോക്കണം. 65A പറയുന്നുണ്ട് 65B പ്രകാരമുള്ള പ്രൊസീജിയറിൽ എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് റെക്കോർഡ്സ് അഡ്മിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആ 65Bയിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ. അപ്പം ഇവിടെ 65Bയിൽ പറയുന്നത് ഇലക്ട്രോണിക് റെക്കോർഡ്സ് പ്രിന്റഡ് ഓൺ പേപ്പർ അല്ലെങ്കിൽ സ്റ്റോർഡ് ഓർ കോപ്പീഡ് ഇൻ ഒപ്റ്റിക്കൽ മാഗ്നറ്റിക് മീഡിയ ബൈ കമ്പ്യൂട്ടർ ആർ കൺസിഡേർഡ് ആസ് ഡോക്യുമെന്റ്സ്. ദേ ആർ ഡീംഡ് ടു ബി ഡോക്യുമെന്റ്സ് എന്നാണ് 65Bയിൽ പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അഡ്മിസിബിലിറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, കമ്പ്യൂട്ടർ എന്തായിരിക്കണം, റെഗുലർ ആക്ടിവിറ്റി പീരീഡിൽ അത് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ആ പറയുന്ന ആ ഔട്ട്പുട്ട്, ഈ പറയുന്ന റെക്കോർഡ്, പ്രിന്റഡ് ആയിട്ടുള്ള റെക്കോർഡ്, ആ കാര്യം ആ കമ്പ്യൂട്ടർ ഒരു റെഗുലർ ആക്ടിവിറ്റി പീരീഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അത് എടുത്തത്. അതേപോലെ തന്നെ ഈ ഇൻഫോർമേഷൻ എന്ത് ചെയ്തിരിക്കണം, റെഗുലർലി ഫീഡ് ചെയ്ത ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും, ആ കമ്പ്യൂട്ടറിലോട്ട് റെഗുലർലി ഫീഡ് ചെയ്ത ഒരു ഇൻഫോർമേഷൻ ആയിരിക്കണം. ഓൾസോ ഈ പറയുന്ന ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത്, ഈ റെക്കോർഡ് ചെയ്ത, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിന്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ അതായത് കൃത്യമായിട്ട് മാൽ ഫംഗ്ഷൻ ഒന്നും ആവരുത്. അതെന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് പ്രോപ്പർലി. ആൻഡ് അഥവാ മാൽ ഫംഗ്ഷൻ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മാൽ ഫംഗ്ഷൻ ഷുഡ് നോട്ട് ഹാവ് എഫക്റ്റഡ് ഈ പറയുന്ന റെക്കോർഡിൻ്റെ ആക്യുറസീനെ. റൈറ്റ്. ആൻഡ് ഫൈനലി പറയുന്നത് ദ റെക്കോർഡ് റീപ്രൊഡ്യൂസസ് ഓർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ഇൻഫോർമേഷൻ ഫെഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ റെഗുലർലി ഫീഡ് ചെയ്ത ആ ഇൻഫോർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം ദി ഇൻഫോർമേഷൻ ദാറ്റ് വാസ് ഫെഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രോണിക് റെക്കോർഡായിട്ട് അതിന് ഒരു ഇലക്ട്രോണിക് റെക്കോർഡിന് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ റെക്കോർഡിന് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. 65Bൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഏരിയ, കുറേ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള കുറേ കമ്പ്യൂട്ടർ റിസോഴ്സസുകൾ വഴിയാണ് ഈ പറയുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഫോർ ദ പേർപ്പസ് ഇതിനെല്ലാം എന്ത് ചെയ്യാം, സിംഗിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഷുഡ് ബി യൂസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് റെഗുലർ ആക്ടിവിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെക്കോർഡ് വരുന്നതെങ്കിൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ ഒരു സിംഗിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓൾസോ ഒരു സർട്ടിഫിക്കറ്റ് റിക്വയർമെന്റ്, നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് റിക്വയർമെന്റ്, ആ സർട്ടിഫിക്കറ്റിനകത്ത് ഇലക്ട്രോണിക് ഡിവൈസിനെ കുറിച്ച് പറയണം, ഇലക്ട്രോണിക് റെക്കോർഡിനെ കുറിച്ച് പറയണം. ആൻഡ് ഓൾസോ ആ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ വേണം, ഒരു സർട്ടിഫിക്കേഷൻ വേണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ദി ഡിവൈസ് അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു മാനേജസ് ദി ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദി ഡിവൈസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യണം, അയാളുടെ ബെസ്റ്റ് ഓഫ് നോളജ് ആൻഡ് ബിലീഫ് എന്ത് ചെയ്യണം, ബെസ്റ്റ് ഓഫ് നോളജ് ഓർ ബിലീഫ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി വേണ്ടത്. അത് ആക്ടിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ബെസ്റ്റ് ഓഫ് നോളജ് ആൻഡ് ബിലീഫ് എന്നുള്ള രീതിയിലാണ്. റൈറ്റ്. സോ അത് സൈൻ ചെയ്തിരിക്കണം. റൈറ്റ്. ദെൻ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതീയ സാക്ഷി അധിനിയമത്തിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ കുറച്ച് അഡീഷൻസ് ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട് പ്രിന്റഡ് ഓർ പേപ്പർ അല്ലെങ്കിൽ സ്റ്റോർഡ് ഓർ കോപ്പീഡ് ഇൻ ഒപ്റ്റിക്കൽ മാഗ്നറ്റിക് മീഡിയ, ഓൾസോ സെമി കണ്ടക്ടർ മെമ്മറി എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളെ റാം റോം ഒക്കെ വരുന്ന കാര്യങ്ങളാണ് ഈ സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓർ എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ മാത്രമല്ല ഓർ എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നും കൂടി ആഡ് ചെയ്തതോടുകൂടി നമ്മൾ മൊബൈൽ ഫോണും അല്ലെങ്കിൽ വേറെ റിലേറ്റഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസസുകളും എന്ത് ചെയ്യും, ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓർ അതർവൈസ് സ്റ്റോർഡ് റെക്കോർഡ് ഓർ കോപ്പീഡ് ഇൻ എനി ഇലക്ട്രോണിക് ഫോം ആർ കൺസിഡേർഡ് ആസ് ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇത് എവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, സെമി കണ്ടക്ടർ മെമ്മറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. ദെൻ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ സിമിലർ കണ്ടീഷൻസ് ആണ് പറയുന്നത്, പക്ഷേ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നുള്ള രീതിയിലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ മൾട്ടിപ്പിൾ ഡിവൈസ് എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിന് പകരം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഡിവൈസസ് എന്നുള്ള രീതിയിൽ, അതായത് കമ്പ്യൂട്ടർ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും എന്ത് ചെയ്യുന്നു, ഒരുമിച്ചിട്ട് ഒരു നെറ്റ്വർക്കിൽ നിന്നാണ് ആ റെക്കോർഡ് ഫോം ചെയ്തെങ്കിൽ അതിനെല്ലാം ഒരു സിംഗിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റൈറ്റ്. ആൻഡ് സർട്ടിഫിക്കറ്റ് റിക്വയർമെൻറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞിരിക്കുന്നത് പേഴ്സൺ പേഴ്സൺ റെസ്പോൺസിബിൾ എന്നുള്ള രീതിയിൽ ഫോർ ഓപ്പറേറ്റിംഗ് ഓർ മാനേജിങ് ദി ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ സമൺ ഹു ഇസ് മാനേജിങ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഒരു കണ്ടീഷൻ കൂടി കൊണ്ടുവരുന്നുണ്ട്, മസ്റ്റ് ഓൾസോ ബി വെരിഫൈഡ് ബൈ ആൻ എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ട് എന്ത് ചെയ്യണം, അത് വെരിഫൈ ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരാൾ മാത്രമല്ല, ആ ഡിവൈസ് കയ്യിലുള്ള ആൾ മാത്രമല്ല, ഇറ്റ് ഷുഡ് ഓൾസോ ബി സർട്ടിഫൈഡ് ബൈ ദി എക്സ്പേർട്ട്. ഓക്കെ, അത് ഒരു
ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ 63 ഓഫ് BSIൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. റൈറ്റ്. ദെൻ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ വെദർ സർട്ടിഫിക്കറ്റ് ഇസ് ഓൾവേസ് മാൻഡേറ്ററി ഓർ നോട്ട് എന്നുള്ളൊരു കാര്യം കോടതികൾ പല തവണകളിലായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതി 2020 അർജുൻ പണ്ഡിറ്റ് റാവു വേഴ്സസ് കൈലാഷ് എന്ന് പറഞ്ഞുള്ള ആ ഒരു കേസിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതി എന്ത് ചെയ്തു, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഇഫ് ദ ഒറിജിനൽ ഡാറ്റ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി എവിഡൻസ് ആണ്. ഒറിജിനൽ ഡാറ്റ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡാറ്റ എന്ന് പറയുന്നത് പ്രൈമറി എവിഡൻസ് ആയിരിക്കും. ആൻഡ് അതിൽ നിന്ന് കോപ്പി എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് സെക്കൻഡറി എവിഡൻസ്. ആൻഡ് കോടതി പറഞ്ഞത് എന്താണ്, ഫോർ സെക്കൻഡറി എവിഡൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അതിൽ യാതൊരു സംശയമില്ല. സെക്കൻഡറി എവിഡൻസുകൾക്ക് സർട്ടിഫിക്കറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ രീതിയിലാണ് കോടതി 2020 ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭാരതീയ സാക്ഷി അധിനിയത്തിലൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് പ്രൈമറി എവിഡൻസ് ആയിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് നോ ലോങ്ങർ എ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് ഇനി കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ, ഇനിയിപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് വെദർ സർട്ടിഫിക്കറ്റ് ഇസ് നീഡഡ് ഓർ നോട്ട് എന്നല്ല. അവിടെ ഒരു ആംബിഗ്വിറ്റി ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഡെഫിനറ്റ്ലി വരേണ്ടതായിട്ട് ഉണ്ട്. റൈറ്റ്. നൗ അടുത്ത നോക്കുകയാണെങ്കിൽ ലീഗൽ പ്രിസംഷൻ അബൌട്ട് ഓത്തൻറ്റിസിറ്റി ഓഫ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഗസറ്റ്, ഒഫീഷ്യൽ ഗസറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഒരു റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു പ്രിസംഷൻ കോടതി എടുക്കാൻ കഴിയും. ആൻഡ് ഇത് ഇലക്ട്രോണിക് റെക്കോർഡ്സിലോട്ടും ഈ പ്രിസംഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ അകത്തോട്ട് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പ്രോപ്പർ കസ്റ്റഡി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ സിറ്റുവേഷൻ വേർ ദ ഡോക്യുമെന്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ് ഇസ് കെപ്റ്റ് ഇൻ ദ പ്ലേസ് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി. അത് എവിടെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ടത് ആ രീതിയിൽ തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ആ ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡോ അവിടെ ഉള്ളതെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രോപ്പർ കസ്റ്റഡി. റൈറ്റ്. അപ്പം അവിടെ ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി കെയർ ഓഫ് എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് മെയിൻ്റെനൻസ്. ഇനിയിപ്പോൾ ഈവൻ ദോ ആ പറയുന്ന കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല, അതായത് ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റഡി, അതായത് ആരുടെ അടുത്താണോ ഉണ്ടാവേണ്ടത് അയാളുടെ അടുത്ത് ആണെങ്കിൽ മാത്രമേ അതൊരു പ്രോപ്പർ കസ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അയാളുടെ അടുത്തല്ല, ഇത് വേറൊരു സ്ഥലത്താണെങ്കിൽ പോലും ഇവിടെ പറയുന്നത് ഇഫ് ദ ഒറിജിൻ ഇസ് വെരിഫയബിളി ലെജിറ്റിമേറ്റ്. ഓക്കെ, ആ ഒരു ഒറിജിൻ, ഈ ഡോക്യുമെൻ്റ് ഒറിജിനെ നമുക്ക് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രോപ്പർ കസ്റ്റഡി, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രോപ്പർ കസ്റ്റഡി. അതാണ് ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ അകത്തുള്ള എക്സ്പ്ലനേഷനിൽ പറയുന്നത്. റൈറ്റ്. നൗ അടുത്ത ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. സെക്ഷൻ 162 ആണ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത്. അവിടെ പറയുന്നത് എത്രയേ ഉള്ളൂ, അത് കോടതിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വിറ്റ്നസിൻ്റെ അടുത്ത് എന്ത് ഡോക്യുമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ വിറ്റ്നസ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം ആ ഡോക്യുമെന്റ്. അവിടെ ആ ഡോക്യുമെന്റ്സ് ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണെന്നൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ദാറ്റ് വിറ്റ്നസ് ഷുഡ് പ്രൊഡ്യൂസ് ദ ഡോക്യുമെന്റ് ആൻഡ് കോടതി ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് വെദർ ദിസ് ഡോക്യുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് ഓർ നോട്ട്. ആൻഡ് ഇഫ് ആ ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, ഓർഡർ കൊടുക്കാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് പ്രൊവൈഡഡ് ദാറ്റ് ദി കണ്ടന്റ്സ് ഓഫ് ദി ഡോക്യുമെന്റ് ഇസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ഭാരതീയ സാക്ഷി അധിനിയത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കാര്യം കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർ നോട്ട് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോർട്ട്. ഇത് ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 74 നോക്കുകയാണെങ്കിൽ 74-നകത്ത് പറയുന്നത് എന്താണ്, വിത്ത് ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ആരെ, പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യും അല്ലേ, പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യും. എയ്ഡ് പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട്, എയ്ഡ് ആൻഡ് അഡ്വൈസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. റൈറ്റ്. അപ്പം 74 Clause 2-ൻ്റെ അകത്ത് തൊട്ടടുത്ത പ്രൊവിഷനകത്ത് പറയുന്നത് എന്താണ്, ഈ എയ്ഡ് ആൻഡ് അഡ്വൈസ്, ഈ പറയുന്ന അഡ്വൈസ് ഒരു കോടതിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എൻക്വയറി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു കോടതിക്കും ജുഡീഷ്യലി റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ആർട്ടിക്കിൾ 74 Clause 2-നകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള കേസിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതായത് 74 Clause 2 പ്രകാരം ഒരു മിനിസ്റ്റർ നമ്മളുടെ പ്രസിഡന്റിന് എന്ത് അഡ്വൈസ് ആണ് കൊടുത്തത് എന്ന്
ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്, റൈറ്റ്. സോ അതിനുള്ളൊരു ലീഗൽ ബാക്കിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് സെക്ഷൻ 165ൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഒരു പ്രൊവിസോനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. മിനിസ്റ്ററും ഒരു പ്രസിഡന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് 165 പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പീൽസ് ആണ്. അപ്പം സെക്ഷൻ 170 പറയുന്നുണ്ട് ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം വന്ന ആ ഒരു കമൻസ് ചെയ്ത ആ ഒരു ടൈം മുതൽ എന്ത് ചെയ്യും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് റിപ്പീലാവും. റിപ്പീലാവും എന്ന് കരുതിയിട്ട് എല്ലാം പോവുകയൊന്നുമില്ല. അതെന്താണ്, ഇത് ആ ഒരു ഡേറ്റ് വരെ, കമൻസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വരെ എന്ത് സംഭവിക്കും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരമായിരിക്കും കാര്യങ്ങളെല്ലാം ഗവൺ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരമായിരിക്കും നടക്കുന്നത്. പക്ഷേ അതിനുശേഷം കമൻസ് ചെയ്തതിന് ശേഷം ഉള്ളതെല്ലാം ഭാരതീയ സാക്ഷ്യ അധിനിയം വഴിയായിരിക്കും നടക്കുക, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിനകത്ത് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചെറിയൊരു അമെൻമെൻറ്റ്, ചെറിയ ചേഞ്ചസ് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പ്രൈമർലി ഈ പ്രൈമറി എവിഡൻസ് ആക്കുക, അതായത് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൈമറി എവിഡൻസിൻ്റെ കാറ്റഗറിയിലോട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡറി എവിഡൻസിൻ്റെ അകത്ത് ഓറൽ റിട്ടേൺ അഡ്മിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, റൈറ്റ്. സോ ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസുകളാണ് നമ്മളുടെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിനകത്ത് വന്നിട്ടുള്ളത്. അത് ഡെഫിനറ്റ്ലി നല്ല വെൽക്കം ചെയ്യാവുന്ന ചേഞ്ചസ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കോൺട്രഡിക്ഷൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്, കുറച്ച് ആംബിഗ്വിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് മുകളിൽ ഡെഫിനറ്റ്ലി എന്തായാലും ക്ലാരിഫിക്കേഷൻസ് അത്യാവശ്യമാണ്, റൈറ്റ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.